ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ശ്രീസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുതിര വിളയിച്ചതാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മുതിര ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് മുതിര വേവാനുള്ള വെള്ളവും ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. മുതിരയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുതിര ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടാവും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും അതുപോലെ തന്നെ ഏലക്ക പൊടിയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ മുതിര വിളയിച്ചത് റെഡിയായി കഴിഞ്ഞു. മഴക്കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ മുതിര ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.